Hello friends, good morning to all, and today we are discussing about a beautiful poem written by Rabindranath Tagore. സെവൻത്ത് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ അതിമനോഹരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പോയമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എബൌട്ട് ദ ഓഥർ നോക്കാം. രവീന്ദ്രനാഥ ടാഗോറാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. ആൻഡ് ഹി വാസ് ബോൺ ഇൻ 1861 ആൻഡ് 1941 അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത്. ആൻഡ് ഹി വാസ് എ പോയിറ്റ്, ഫിക്ഷനിസ്റ്റ്, പ്ലേ റൈറ്റ്, കമ്പോസർ ആൻഡ് ഓൾസോ എ പെയിൻറ്റർ. അദ്ദേഹം ഒരു പോയിറ്റ് മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു പെയിൻറ്ററായിരുന്നു, ഒരു കഥാകൃത്തായിരുന്നു, കവിത സംവിധായകനായിരുന്നു. അങ്ങനെ ഒരുപാട് തസ്തികകളിൽ അദ്ദേഹം ഉള്ള ആളാണ്, അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് സുപരിചിതമായത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് നാഷണൽ ആന്തം എഴുതിയിട്ടുള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടിയിട്ടും ബംഗ്ലാദേശിന് വേണ്ടിയിട്ടും നാഷണൽ ആന്തം എഴുതിയിട്ടുള്ളത് രവീന്ദ്രനാഥ ടാഗോറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾക്കും പിള്ളേർക്കുമൊക്കെ അദ്ദേഹത്തെ വളരെ സുപരിചിതമാണ്. ദെൻ അയാൾ ഹി വോൺ നോബൽ പ്രൈസ് 1930 ഫോർ ലിറ്ററേച്ചർ. അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമായിട്ടുള്ള ഗീതാഞ്ജലി എന്ന് പറഞ്ഞ പോയിംസിനാണ് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് നൊബേൽ പ്രൈസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അങ്ങനെ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇൻ അമേസ്മെൻറ്റ് ആൻഡ് വണ്ടർ ഐ സിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയമാണ്. ആൻഡ് ഈ പോയത്തിലൂടെ അദ്ദേഹം പറയുന്നത്, അതായത് നേച്ചർ, അതായത് യൂണിവേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു നേച്ചറിൻ്റെ ഭംഗി കണ്ടിട്ട് അദ്ദേഹം എഴുതുന്ന വരികളാണ് ഈ ഒരു പോയത്തിലുടനീളവും നമുക്ക് കാണാൻ കഴിയുന്നത്. ആൻഡ് 4 സ്റ്റാൻസയിലായിട്ടാണ് ഈ ഒരു കവിത ഉള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ് നോക്കാം. The sky is full of sun and stars, the universe is full of life. Among all these I have found a place, and in wonder and amazement I sing. The sky is full of sun and stars. That's mean അതായത് ആകാശം നിറയെ അത് സൂര്യനും നക്ഷത്രങ്ങളാലും നിറഞ്ഞതാണ്. ആൻഡ് ദി യൂണിവേഴ്സ് ഇസ് ഫുൾ ഓഫ് ലൈഫ്, അതായത് യൂണിവേഴ്സ്, പ്രപഞ്ചം, അത് ജീവൻ നിറഞ്ഞതാണ്. ദറ്റ്സ് യൂണിവേഴ്സ് ഇൻക്ലൂഡ് ഫുൾ ഓഫ് ലിവിങ് ബീയിങ്സ്, അല്ലെ, മനുഷ്യനും മൃഗങ്ങളും ഒരുപാട് സസ്യജാലങ്ങളും നിറഞ്ഞതാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ദി യൂണിവേഴ്സ് ഇസ് ഫുൾ ഓഫ് ലൈഫ്, ജീവൻ നിറഞ്ഞതാണെന്നാണ് പറയുന്നത്. ആൻഡ് അമംഗ് ഓൾ ദീസ് ഐ ഹാവ് ഫൗണ്ട് എ പ്ലേസ് എന്നാണ് പറയുന്നത്. ഇതിൽ താൻ, അതായത് പോയിട്ട് പറയണം, അദ്ദേഹം തനിക്കൊരു ഇടം, ഒരു സ്പേസ് കണ്ടെത്തി എന്നാണ് പറയുന്നത്. അത് വി ഓൾ ആർ സ്പേസ്, അല്ലെ, വി ഓൾ ഹാവ് സ്പേസ് ടു ലീവ്. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി തൻ്റേതായിട്ടുള്ള ഒരിടം ഇതിൽ കണ്ടെത്തി എന്നാണ് പറയുന്നത്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. ഇതെല്ലാം കണ്ടിട്ട് അത്ഭുതത്തോടു കൂടി, അതിശയത്തോടു കൂടി അദ്ദേഹം പാടുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ സ്റ്റാൻസയുടെ അവസാനം ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ് എന്ന് പറഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 4 സ്റ്റാൻസേൻ്റെ അവസാനത്തിൽ ഈ ഫസ്റ്റ് ലൈൻ, ഈ ഒരു ലാസ്റ്റ് ലൈന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്, നമ്മൾ ഹെഡിങ്ങിൽ പറഞ്ഞ ഈ ലൈൻ. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിന് റിഫ്രൈൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു സെൻറ്റൻസ്, ഒരു ലൈന് മാത്രം എല്ലാ സ്റ്റാൻസയിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് റിഫ്രൈൻ എന്ന് പറയുന്നത്. ആൻഡ് എല്ലാ സ്റ്റാൻസയിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് തുടരെ കാണാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസയിൽ ഇതാണ് പറയുന്നത്, ആകാശം നിറയെ സൂര്യനും നക്ഷത്രങ്ങളുമാണ്. ആൻഡ് പ്രപഞ്ചം അത് ജീവൻ നിറഞ്ഞതാണ്. ഇറ്റ്സ് ഫുൾ ഓഫ് ലിവിങ് ബീങ്സ്. ആൻഡ് അതിലെ ഒരിടം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ആൻഡ് ഇതെല്ലാം കണ്ടിട്ട്, പ്രപഞ്ചം ഇതെല്ലാം കണ്ടിട്ട് അദ്ദേഹത്തിന് അത്ഭുതമായി, അതായത് അദ്ദേഹം അതിശയപ്പെട്ടിട്ട് അദ്ദേഹം പാടുകയാണെന്നാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ അദ്ദേഹം പറയുന്നത്. ആൻഡ് നമുക്ക് സെക്കൻഡ് സ്റ്റാൻസ നോക്കാം. ദ വേൾഡ് ഈസ് വൈഡ് ആൻഡ് ബൈ എറ്റേണിറ്റി rushing tide, rising and falling, I have felt it tug in my blood and racing through my veins, and in wonder and amazement I sing. അദ്ദേഹം പറയാണ്, സൈഡ് എന്ന ദാറ്റ്സ് മീൻ ആട് എന്നുള്ള മീനിങ് ആണ്. എറ്റേണിറ്റി റഷിങ് ടൈഡ് മീൻസ് തിരമാല, എറ്റേണിറ്റി മീൻസ് ഒരു അനന്തത എന്നുള്ള ഒരു മീനിങ് ആണ്. ആൻഡ് ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ് ടഗ് മീൻസ് വലിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ്. ആൻഡ് ദ വേൾഡ് ഈസ് വൈഡ്, അതായത് ലോകം ഇങ്ങനെ ആടുന്നുണ്ട്. എങ്ങനെ? ബൈ എറ്റേണിറ്റി റഷിങ് ടൈഡ്, അതായത് ഇവിടെ അദ്ദേഹം അർത്ഥമാക്കുന്നത് ഒരു തിരമാല എടുത്ത് നോക്കുകയാണെങ്കിൽ തിരമാല എപ്പോഴും അത് ഉയർന്നും താഴ്ന്നും ഇരിക്കും. അപ്പോൾ അദ്ദേഹം ഇവിടെ ഒരു സമയത്തെ, ഒരു കാലത്തെയാണ് അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഒരു ടൈമിനെയാണ് അദ്ദേഹം ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അതായത് ഒരു തിരമാല എപ്പോഴും ഉയർന്നും താഴ്ന്നും ഇരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യന്മാരുടെ ജീവിതവും, എപ്പോഴും
ഉയർന്നും താഴ്ന്നും ഇരിക്കും. എപ്പോഴും സന്തോഷമുണ്ടാവണമെന്നില്ല, എപ്പോഴും ദുഃഖമായിരിക്കണം എന്നില്ല. അപ്പം അദ്ദേഹം പറയുകയാണ് ഒരു അനന്തതയുടെ ഒരു കുതിച്ചു ചാട്ടം പോലെ, അതായത് ഒരു തിരമാല കുതിക്കുന്ന പോലെ ഉയർന്നും താഴ്ന്നും വേൾഡ് ഇങ്ങനെ ആടി ഉലയുന്നുണ്ട് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അല്ലെ ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ് സ്റ്റഗ് ഇൻ മൈ ബ്ലഡ്. അതായത് അദ്ദേഹം തനിക്ക് തൻ്റെ ബ്ലഡ്, തൻ്റെ ചോരയിലൂടെ അത് തനിക്ക് അനുഭവപ്പെട്ടു, അതിൻ്റെ ഒരു വലിവ് തനിക്ക് അനുഭവപ്പെട്ടു. റേസിങ് ത്രൂ മൈ വീൻസ്, തൻ്റെ സിരകളിലൂടെ അത് ഓടിപ്പോകുന്നത് തനിക്ക് അത് അനുഭവപ്പെട്ടു, തൻ്റെ ബ്ലഡിൽ അത് തനിക്ക് അനുഭവപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്, ഇതെല്ലാം കണ്ടിട്ട് അത്ഭുതത്തോടു കൂടി അതിശയത്തോടു കൂടി ഞാൻ പാടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസയിൽ പറഞ്ഞ അതേ ലൈന് അവസാനം ഈ ഒരു സ്റ്റാൻസയുടെ അവസാനവും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ റിഫ്രെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് അടുത്ത സ്റ്റാൻസ, മൂന്നാമത്തെ സ്റ്റാൻസ. While walking in the woodland, with my feet I have touched the blades of grass. I have been startled by the flowers' fragrance. They have all maddened my mind. The gift of gladness and joy are strewn all around, and in wonder and amazement I sing. While walking in the woodland, അതായത് ഞാനിങ്ങനെ കാട്, വുഡ്ലാൻഡ് മീൻസ് കാട്, ചെറിയ കാട് എന്നുള്ളൊരു മീനിങ് ആണ്. കാട് അതൊരു വനപ്രദേശം, അതായത് ഒരു വനപ്രദേശത്തിലൂടെ താനിങ്ങനെ നടന്നു പോകുമ്പോൾ വിത്ത് മൈ ഫീറ്റ് ഐ ഹാവ് ടച്ച്ഡ് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്. ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് എന്ന് പറഞ്ഞാൽ പുല്ലിൻ്റെ കൂട്ടങ്ങൾ, അതായത് പുല്ലിൻ്റെ തണ്ട്, പുൽക്കൂട്ടങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബ്ലേഡ് ഓഫ് ഗ്രാസ് എന്ന് പറഞ്ഞാൽ അത് ഒരൊറ്റ പുൽച്ചെടി, ഒരു പുൽക്കൊമ്പ്. ദാറ്റ് ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് എന്ന് പറഞ്ഞത് പ്ലൂറലായി, സോ അത് പുല്ലിൻ്റെ കൂട്ടങ്ങൾ എന്നുള്ള ഒരു ഉദ്ദേശം. അപ്പോൾ വിത്ത് മൈ ഫീറ്റ് ഐ ഹാവ് ടച്ച്ഡ് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്, അതായത് ഞാനിങ്ങനെ വനപ്രദേശങ്ങളിലൂടെ നടക്കുമ്പോൾ എൻ്റെ പാദം ഈ പുൽക്കൊടികളിൽ തട്ടിയിട്ടുണ്ട്, അതെനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഐ ഹാവ് ബീൻ സ്റ്റാർട്ടിൽഡ് എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോവുക എന്നുള്ള സ്കേർഡായിട്ടുള്ള ഒരു മീനിങ് ആണ്. വിത്ത് ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്, അതായത് ഫ്ലവേഴ്സിൻ്റെ സ്മെല്ല് അതെന്നെ ഞെട്ടിപ്പിക്കുന്നുണ്ട്. കാരണം അത്ര മനോഹരമായിട്ടുള്ള, എന്താ പറയുക, നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. ആൻഡ് ദേ ഹാവ് ഓൾ മാഡേൺഡ് മൈ മൈൻഡ്, ഇതെല്ലാം എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്. ദ ഗിഫ്റ്റ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ് ആർ സ്ട്രോൺ ഓൾ അറൗണ്ട്. സ്ട്രോ മീൻസ് സ്കാറ്റേർഡ് എന്നുള്ള മീനിങ്, ചിതറിക്കിടക്കുക എന്നുള്ള മീനിങ് ആണ്. അതായത് സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സമ്മാനങ്ങൾ എല്ലായിടത്തും ചിതറിക്കിടക്കുന്നുണ്ട്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്, അങ്ങനെ ഇതെല്ലാം കണ്ട് അത്ഭുതത്തോടു കൂടിയും ആഹ്ലാദത്തോടു കൂടിയും അതിശയത്തോടു കൂടി ഞാൻ പാടുന്നു എന്നുള്ള ലാസ്റ്റ് സ്റ്റാൻസ് അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അദ്ദേഹം ഈ ഒരു സ്റ്റാൻസയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് താൻ വനപ്രദേശങ്ങളിലൂടെ നടക്കുമ്പോൾ പുൽക്കൊടികൾ, ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്, പുല്ലിൻ്റെ കൂട്ടങ്ങൾ തൻ്റെ കാലിൽ സ്പർശിച്ചിട്ടുണ്ട്, അത് തനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ആൻഡ് പൂക്കളുടെ സുഗന്ധം അത് തന്നെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്, അത്രയും മനോഹരമായിട്ടുള്ള സുഗന്ധമാണ്. ആൻഡ് ഇതെല്ലാം അദ്ദേഹത്തെ മാഡ്നേഡ് ആക്കി, അതായത് ഭ്രാന്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം. അപ്പോൾ ഇതൊക്കെ സന്തോഷത്തിൻ്റെ ഒരു ഇതാണ് അല്ലേ, ഈ കാര്യങ്ങളെല്ലാം സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സന്തോഷത്തിൻ്റെ സമ്മാനങ്ങൾ എല്ലായിടത്തും ചിതറിക്കിടക്കുന്നുണ്ടെന്നാണ്. ഇതെല്ലാം കണ്ടിട്ട് അതിശയത്തോടു കൂടി അത്ഭുതത്തോടെ ഞാൻ പാടുന്നു എന്നാണ് അദ്ദേഹം ഈ ഒരു സ്റ്റാൻസയിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് എൻ്റെ ഫോർത്ത് സ്റ്റാൻസ, അവസാനത്തെ ഏറ്റവും ലാസ്റ്റ് സ്റ്റാൻസയാണ്. ഐ ഹാവ് പ്രിക്ക്ഡ് മൈ ഇയേഴ്സ്, ഐ ഹാവ് ഓപ്പൺഡ് മൈ ഐസ്, ഐ ഹാവ് ബെയർഡ് മൈ ഹേർട്ട് ടു ദ വേൾഡ്. In the midst of the known, I have sought the unknown, and in wonder and amazement I sing. Pricked means നമ്മൾ ചെവി കൂർപ്പിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. ആൻഡ് ബയർഡ് മീൻസ് സത്യം പറഞ്ഞാൽ നഗ്നമായ എന്നുള്ളൊരു മീനിങ് ആണ്. ബട്ട് ഇവിടെ ടു ടെൽ സമ്മൺ ദ സീക്രട്ട് ടു ദ വേൾഡ് എന്നുള്ളൊരു മീനിങ് ആണ്. മിഡ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഇടയിൽ എന്ന് വേണമെങ്കിൽ പറയാം. സോട്ട് മീൻസ് സെർച്ച് എന്നുള്ള മീനിങ് ആണ്, അതായത് അന്വേഷിച്ചു എന്നുള്ള മീനിങ് ആണ്. ഐ ഹാവ് പ്രിക്ക്ഡ് മൈ ഇയേഴ്സ്, ഞാൻ എൻ്റെ ചെവി കൂർപ്പിച്ചിരുന്നു. ആൻഡ് ഐ ഹാവ് ഓപ്പൺ മൈ ഐസ്, ഞാൻ എൻ്റെ കണ്ണുകൾ തുറന്നു വെച്ചിരുന്നു. ആൻഡ് ഐ ഹാവ് ബെയർഡ് മൈ സീക്രട്ട് ടു ദ വേൾഡ്, ഞാൻ എൻ്റെ മനസ്സ് ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ നോൺ ഐ ഹാവ് സോട്ട് ദ അൺനോൺ, അതായത് അറിയപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ നിന്നിട്ട് ഞാൻ അറിയാത്ത കാര്യങ്ങൾ തേടി എന്നുള്ളൊരു മീനിങ് ആണ്. അറിയാത്ത കാര്യങ്ങളെ അന്വേഷിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് അത്ഭുതത്തോടു കൂടി അതിശയത്തോടു കൂടി ഞാൻ പാടുന്നു എന്നാണ് പറയുന്നത്. അതായത്
അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ ചെവികൾ കുറിപ്പിച്ചു വെച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തുറന്നു വെച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സ് വേൾഡിന് മുന്നിൽ തുറന്ന് കാട്ടി. എന്തിനു വേണ്ടിയിട്ട്? അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു യൂണിവേഴ്സിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അറിയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് അറിയാത്ത കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം അന്വേഷിക്കുകയാണ്, സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ലാസ്റ്റ് സ്റ്റാൻസയിൽ അദ്ദേഹം പറയുന്നത്. ഇതെല്ലാം കണ്ട് അത്ഭുതത്തോടു കൂടി, അതിശയത്തോടു കൂടി അദ്ദേഹം ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ, ഈ ഒരു ലോകത്തിൻ്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ട് ഇതിന് പിന്നിലൊരു ക്രിയേറ്റർ ഉണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ കാരണം ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് നല്ല സുഗന്ധങ്ങളുണ്ട്, പൂക്കളെ നല്ല സുഗന്ധങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പ്രപഞ്ചത്തിൻ്റെ ലിവിങ് ബീൻസിൻ്റെ ഒരുപാട് ശബ്ദങ്ങളുണ്ട്, നല്ല ശബ്ദങ്ങൾ. അപ്പോൾ അതെല്ലാം കണ്ട് അതിൻ്റെ മനോഹാരിത അദ്ദേഹം ആസ്വദിച്ച് അദ്ദേഹം അത്ഭുതത്തോടു കൂടി, അമേസ്മെൻറ്റോടു കൂടി അദ്ദേഹം പാടുന്നു എന്നാണ് അവസാനം അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഈ ഒരു പോയം അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഫുള്ളും ഒരു പ്രപഞ്ചത്തിൻ്റെ ഭംഗി കണ്ടിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള വരികളാണ്. നമുക്ക് ഓരോ സ്റ്റാൻസ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് ആഴത്തിൽ അദ്ദേഹം ചെന്ന് പ്രകൃതിയിലോട്ട് ചെന്നിട്ട് എഴുതിയ വരികളാണ്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയമാണ്. ഇഫ് യു ക്യാൻ എനി ഡൗട്ട് പ്ലീസ് ആസ്ക് മീ. Hope you guys you can get me, and thank you.